വാർത്തകൾ തുടരുന്നു. ചരക്ക് കപ്പൽ അപകടത്തെ തുടർന്നുള്ള സാഹചര്യം കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി കേന്ദ്ര പാക്കേജ് അനുവദിക്കണമെന്ന് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആവശ്യപ്പെട്ടു. അറബിക്കടലിൽ ചരക്ക് കപ്പലിൽ നിന്നുള്ള രാസവസ്തുക്കൾ വ്യാപിച്ചതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണെന്നും നഷ്ടപരിഹാരം നൽകുവാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മത്സ്യ ഉപയോഗത്തിനെതിരെയുള്ള കള്ളപ്രചാരണം അവസാനിപ്പിക്കണമെന്നും ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യത്തിൽ രാസവസ്തുക്കൾ കടലിൽ വ്യാപിച്ചതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണെന്ന് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ഭാരവാഹികൾ പറഞ്ഞു. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാം. ഈ സന്ദേശം വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി 31 തീയതികളിൽ മത്സ്യവിഭവ സദ്യകൾ സംഘടിപ്പിക്കുകയാണ്. 31 തീയതി വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ ബീച്ചിന് കിഴക്കുവശം PWD റെസ്റ്റ് ഹൗസിന് പടിഞ്ഞാറ് വശമായി നടക്കുന്ന ഈ മത്സ്യവിഭവ സദ്യ അതിൽ പങ്കെടുക്കുവാനും മത്സ്യത്തിനെതിരായിട്ടുള്ള കടൽ മത്സ്യത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ 10,000 വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും സഹായിക്കണം എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കഴിഞ്ഞ 24 തീയതി ഉണ്ടായിട്ടുള്ള കപ്പൽ ആ വിഷയം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളെയും അതോടൊപ്പം തന്നെ മറ്റ് സയൻറ്റിസ്റ്റുകളായ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ചേർന്നൊരു വലിയ മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ കൃത്യമായി ശാസ്ത്രജ്ഞന്മാർ ഇന്നിപ്പോൾ നമ്മുടെ കടലിൽ വരുന്ന മത്സ്യങ്ങളെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല എന്നും ഈ 13 കണ്ടെയ്നറുകളിൽ നിന്ന് വന്നിട്ടെന്ന് പറയുന്ന കാൽസ്യം കാർബൈഡ് പോലും അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ വ്യാപിക്കുന്നതിൽ എത്തിയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ അവിടെ സംസാരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ 24 മുതൽ ഇങ്ങോട്ട് മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല. ഒന്ന് വാണിംഗ് ഉണ്ട്, ഒന്ന് പ്രതീക്ഷപത്രമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്നു. അവർക്ക് ഒരു വരുമാനവും ഇല്ല. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് മുമ്പാകെ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ചെയ്യുവാൻ തയ്യാറാകണം. എന്തായാലും മത്സ്യത്തൊഴിലാളിയുടേതല്ലാത്ത കുറ്റത്തിന് മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. ഞങ്ങൾ ഈ ആവശ്യം വെച്ചുകൊണ്ട് നാളെ കേന്ദ്ര ഗവൺമെൻറ് മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനമായ CMFRIയുടെ മുമ്പിൽ എറണാകുളത്ത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ നാളെ തൊഴിലാളി മാർച്ചും ധർണയും അവിടെ സംഘടിപ്പിച്ചിരിക്കുക. തൊഴിൽ നഷ്ടമുണ്ടായിരിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ജീവിക്കുവാൻ ആവശ്യമായ നഷ്ടപരിഹാരം നൽകുവാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കപ്പൽ മുങ്ങിയത് മൂലം കടലിൽ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കളും കപ്പലിന്റെ ഇന്ധനം ഉൾപ്പെടെയും ചോർന്നു എന്നുള്ള നിലയിലാണ് പ്രചാരണം വന്നിരിക്കുന്നത്. ഗൗരവമേറിയ ഈ വിഷയത്തിൽ ഉന്നത തലത്തിൽ ശാസ്ത്രീയ പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുകയാണ് വേണ്ടത്. ഇതോടൊപ്പം തന്നെ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലിന് പോകാൻ കഴിയുന്നതുവരെയുള്ള നഷ്ടപരിഹാര പാക്കേജ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി അനുവദിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. മത്സ്യം കഴിക്കുന്നത് അപകടകരമാണ് എന്ന നിലയിലുള്ള തെറ്റായ പ്രചാരവേലയാണ് നടക്കുന്നത്. ഇതുമൂലം മത്സ്യം വിറ്റഴിക്കപ്പെടുന്നതിനോ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുന്നതിനോ കഴിയാത്ത നിലയുണ്ട്. എന്നാൽ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളിലുള്ള തെറ്റായ ധാരണ മാറ്റുന്നതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4:30 ആലപ്പുഴ ബീച്ചിന് സമീപം മത്സ്യവിഭവ സദ്യ സംഘടിപ്പിക്കും. ഫെഡറേഷന്റെ നേതൃത്വത്തിൽ
തെറ്റായ പ്രചാരവേലകളെ അതിജീവിക്കുവാനും മത്സ്യത്തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം നൽകാനുമുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ഭാരവാഹികളായ ഹാരിസ്, സിഷാംജി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.